ഇനി നമുക്ക് നോക്കേണ്ടത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. നാം ആദ്യം എന്താണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞിരുന്നു. റിക്രൂട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ജോലി ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ കൊണ്ട് ആ ജോബിന് അപ്ലൈ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ഇനി റിക്രൂട്ട്മെൻറ്റിന് 2 സോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ സോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇൻറ്റേർണൽ സോഴ്സ്. അതിൽ നമുക്ക് ആദ്യം എക്സ്റ്റേണൽ സോഴ്സ് നോക്കാം. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്നുള്ളത്? എക്സ്റ്റേണൽ സോഴ്സസിൽ ഒന്നാമത് വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് ഒരു സ്ഥാപനം നേരിട്ട് കുറച്ച് ആളുകളെ വിളിച്ചിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. സെക്കൻഡ് വൺ കാഷ്വൽ കോളേഴ്സ് ആണ്. അതായത് ഫോണിലൂടെ മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ജോലി തരുന്ന ഒരു രീതിയാണ് കാഷ്വൽ കോളേഴ്സ്. തേർഡ് വൺ അഡ്വർടൈസ്മെൻ്റ് ആണ്. നിങ്ങൾ പത്രങ്ങളിൽ കാണാറുള്ള വോണ്ടഡ് എന്നുള്ള പരസ്യമൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു സംവിധാനമാണ് അഡ്വർടൈസ്മെൻറ്റ്. ഫോർത്ത് വൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമുക്കറിയാം, ഒരുപാട് ആളുകൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് കയറുന്നുണ്ട്. ഫിഫ്ത്ത് വൺ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ്. അതായത് ഇപ്പോൾ ഈ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി കുറേയധികം ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികളൊക്കെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ ഭാഗമാണ്. മറ്റൊരെണ്ണമാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. അതായത് നമ്മൾ ഈ ഓരോ സ്ഥാപനങ്ങളും ക്യാമ്പസുകളിലേക്ക് പോയിട്ട്, പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് നടക്കുന്നത് എഞ്ചിനീയറിംഗ് ബേസ്ഡ് അതുപോലെ തന്നെ MBA ബേസ്ഡ് കോളേജിലാണ്. ഇത്തരത്തിലേക്ക് കുറേ സ്ഥാപനങ്ങൾ ഒരു ക്യാമ്പസിലേക്ക് പോവുകയും ആ ക്യാമ്പസിൽ ചെന്നതിന് ശേഷം അവിടെ കുട്ടികളുടെ ടാലൻറ്റിനനുസരിച്ചിട്ട് കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. മറ്റൊരു രീതിയാണ് റെക്കമെൻഡേഷൻ ഓഫ് ദ എംപ്ലോയീസ്. പിന്നെ നമ്മുടെ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻ്റെ ബേസിലും എന്ത് ചെയ്യാറുണ്ട്, കുറേ നാം ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അടുത്താണ് ലേബർ കോൺട്രാക്ടേഴ്സ്. അതായത് കുറേ കോൺട്രാക്ടർമാരിൽ നിന്നും അവരുടെ ജോലി ഇതായിരിക്കും ലേബർ കോൺട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലേബർ കോൺട്രാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നാം എന്ത് ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസിലൂടെ ആളുകളെ കണ്ടെത്താറുണ്ട്. മറ്റൊന്നാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ടെലിവിഷൻ. പരസ്യം, അതായത് നമ്മൾ ടെലിവിഷനിൽ കൊടുക്കുന്ന പരസ്യത്തിലൂടെ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ വെബ് പബ്ലിഷിംഗ്. വെബ് പബ്ലിഷിംഗ് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, ജോബ് തിരയാറുണ്ട്. പലരും അങ്ങനെ ജോബ് തിരയുന്ന ആളുകളാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10 മാത്രമല്ല, നമുക്ക് ഇനിയും ഒരുപാട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് വൺ ഹെൽപ്പ് ടു ഫൈൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. നമുക്ക് ഒരുപാട് ഏറ്റവും നല്ല ആളുകളെ, കാരണം ഒരുപാട് ആളുകൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് പറ്റും. സെക്കൻഡ് വൺ വൈഡർ ചോയ്സ് ആണ്. കാര്യം ഇവിടെ ഒരുപാട് പേര് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ ഗെറ്റ് ഫ്രഷ് ടാലൻറ്റഡ് പേഴ്സൺസ്. നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഇതിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആൻഡ് നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയീസും കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് മാറും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ആണ്. എക്സ്റ്റേണൽ സോഴ്സസിന് അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നിലവിലുള്ള നമ്മുടെ സ്റ്റാഫ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അവർക്കൊരു സംതൃപ്തി ഇല്ലായ്മ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. അതായത് നാം ഈ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞല്ലോ, കുറേ അധികം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റിയാണ്. നാം ഇത് എളുപ്പത്തിൽ പറഞ്ഞു പോകുമെങ്കിലും ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ലെങ്ത്ലി പ്രോസസ്സാണ്, ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ്സ് എ കോസ്റ്റ്ലി പ്രോസസ്സ്. ഇത് ലെങ്തി പ്രോസസ്സ് മാത്രമല്ല, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇൻറ്റേർണൽ സോഴ്സസ് എന്തൊക്കെയാണ് നോക്കാം. ഇൻറ്റേർണൽ സോഴ്സസ് പ്രധാനമായിട്ടും 2 ഇൻറ്റേർണൽ സോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ ആൻഡ് സെക്കൻഡ് വൺ പ്രമോഷൻ. അതിലെന്താണ് വാട്ട് ഈസ് ട്രാൻസ്ഫർ? ഇറ്റ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ or one department of another or one from another without a substantive change in the responsibility and status of the employee. Simple meaning ഇതാണ്, ഒരു എംപ്ലോയി നാം ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുകയോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയോ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയോ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസോ അദ്ദേഹത്തിൻ്റെ പദവിക്കോ യാതൊരു ചേഞ്ചും വരുന്നില്ല. അദ്ദേഹം ഏത് പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത് അതേ പോസ്റ്റിൽ തന്നെ മാറ്റുന്ന ഒരു രീതിയാണിത്.
എന്നാൽ ഇതിൻ്റെ അടുത്ത് നോക്കേണ്ടത് എന്താണ് പ്രമോഷൻ. നമുക്കറിയാവുന്ന വാക്കാണ് പ്രമോഷൻ, സ്ഥാനക്കയറ്റം. പ്രമോഷൻ ലീഡ്സ് ടു ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ. അദ്ദേഹത്തിന് ഒരു ഹയർ പൊസിഷനിലേക്ക്, നിലവിലുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തേക്ക് പോകുന്നതാണ് പ്രമോഷൻ. ഓർ ക്യാരിങ് ഹയർ റെസ്പോൺസിബിലിറ്റി. ഇവിടെ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി കൂടുന്നു, അദ്ദേഹത്തിൻ്റെ ഫെസിലിറ്റീസ്, അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേ, അദ്ദേഹത്തിൻ്റെ ശമ്പളവും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് പ്രമോഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ് ആണ്. നമ്മുടെ ഇന്റേണൽ സോഴ്സസിൽ ഉണ്ടാവുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് വൺ, എംപ്ലോയീസ് വിൽ ബി മോട്ടിവേറ്റഡ്. കാരണം ഇന്റേണൽ സോഴ്സസിലൂടെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ എംപ്ലോയീസ് കൂടുതൽ മോട്ടിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ. ഇവിടെ നമുക്ക് നോക്കിയേ, നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെലക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സൊക്കെ വളരെ കുറഞ്ഞു നിൽക്കും. തേർഡ് വൺ, ട്രാൻസ്ഫർ ഈസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് ദ എംപ്ലോയീസ് ടു പ്രിപ്പയർ ദം ഫോർ ഹയർ ജോബ്. എന്തിനായി ട്രാൻസ്ഫർ ചെയ്യുന്ന? പലപ്പോഴും ഈ ട്രാൻസ്ഫർ ലഭിക്കുന്നതോടെ ആ എംപ്ലോയിക്ക് കൂടുതൽ ഹയർ ജോബുകൾ, കൂടുതൽ ക്വാളിറ്റിയുള്ള, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ജോബുകൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഈ എംപ്ലോയീസിന് കിട്ടുന്നു. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഇസ് എ ചീപ്പർ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. എക്സ്റ്റേണൽ സോഴ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും ഇന്റേണൽ സോഴ്സസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്റേണൽ സോഴ്സസിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. വെരി ഫസ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് ഇൻഡക്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഇവിടെ പുതിയതായിട്ട് എംപ്ലോയീസ് വരുന്നത് കുറവാണ്. അല്ലെ, ഒരു സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ആ പുതിയ സ്ഥാപനത്തിൽ ഇദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്ഥാപനത്തിൽ പുതിയൊരു എംപ്ലോയി ആയിട്ട് അനുഭവപ്പെടാമെങ്കിലും പരിചയപ്പെടലിൻ്റെ സാധ്യത, ഇൻഡക്ഷൻ്റെ സാധ്യത കുറവാണ്. സെക്കൻഡ് വൺ, എ ന്യൂ എൻ്റർപ്രൈസ് കനോട്ട് യൂസ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. പുതിയൊരു സ്ഥാപനത്തിന് ഒരിക്കലും ഇന്റേണൽ സോഴ്സ് പറ്റത്തില്ല. കാരണം അവർ പുതിയൊരു സ്ഥാപനമല്ല, അവർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്, നിലവിലുള്ള സ്റ്റാഫ് അവർക്ക് ഉണ്ടാവില്ല. തേർഡ് വൺ, നോ ഓർഗനൈസേഷൻ ക്യാൻ ഫിൽ ഓൾ ഇറ്റ്സ് വേക്കൻസീസ് ഫ്രം ഇന്റേണൽ സോഴ്സസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മുടെ ഒരു സ്ഥാപനത്തിനും അവരുടെ എല്ലാ വേക്കൻസിയും അവരുടെ ഇപ്പോഴുള്ള സ്റ്റാഫുകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഫോർത്ത് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ എംപ്ലോയീസ് മേ ബി ഹാമ്പേർഡ്. അതായത് ഇവിടെ നമുക്ക് പലപ്പോഴും ഈ കോമ്പറ്റീഷൻ, എംപ്ലോയീസിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻ പലപ്പോഴും നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് മേ ഓഫൺ റെഡ്യൂസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസിനെ ഫ്രീക്വൻ്റ് ആയിട്ട് നാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് ഹെൻറി ഫയോളും പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.